കരുനാഗപ്പള്ളി ചെറിയഴിക്കലാണ് കണ്ടെയ്നർ ആദ്യം അടിയുന്നത്. ഇത് ആദ്യം കണ്ടൊരു വ്യക്തി നമ്മളോടൊപ്പമുണ്ട്. ചേച്ചി, ഇതെങ്ങനെയാണ് ഇത് അറിയുന്നത്? ശബ്ദം കേട്ട് ഞങ്ങൾ നോക്കുമായിരുന്നു. ശബ്ദം കേട്ട് ഭയങ്കരമായ ശബ്ദമായിരുന്നു. അപ്പോൾ ശക്തമായ കാറ്റും മഴയും കാരണം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നാലും ഇത് എന്തുവാണെന്ന് അറിയാൻ വേണ്ടി ഞാനും മോനും കൂടെ ഇവിടുത്തെ കൊച്ചുമായിട്ട് വന്ന് നോക്കിയപ്പോൾ അത് പകുതി മാത്രമേ ഇങ്ങോട്ട് കയറിയിരുന്നുള്ളൂ. അപ്പോൾ അതൊരു ഷീറ്റ് കല്ലിൽ ഇടിക്കുകയാണെന്ന് ആദ്യം മനസ്സിലാക്കിയത്. പിന്നെ വീണ്ടും ഭയങ്കര ശബ്ദം കേട്ടതുകൊണ്ട് വീണ്ടും വന്ന് നോക്കുമ്പോഴാണ് ഇത് കണ്ടെയ്നറാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കുകയായിരുന്നു. എത്ര മണിക്കായിരുന്നു സമയം? കറക്റ്റ് 10 മണിയായി കാണാം. 10 മണി. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അടിയുന്ന സമയത്ത് ഇത് തുറന്ന നിലയിലായിരുന്നോ? അതെങ്ങനെയായിരുന്നു? അല്ല, അന്നേരം ഒന്നും നമുക്കറിയത്തില്ല. അത് പ്രസിഡന്റ് പറഞ്ഞ് അങ്ങോട്ടൊന്നും പോകണ്ട. പിന്നെ പോലീസുകാരും എല്ലാവരും വന്നതിന് ശേഷം മാത്രമാണ് അതൊരു വശം തുറന്ന് കിടക്കുവാണെന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ദൂരത്തോട്ടൊക്കെ മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ വന്ന് പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വന്നതൊക്കെ. ഇവിടെ ഇത് അറിഞ്ഞ് ആരൊക്കെയാണ് എത്തിയത് ആ സമയത്ത്? ഞാനും എൻ്റെ മോനും ഇവിടുത്തെ കൊച്ചു, പിന്നെ എല്ലാവരും പിന്നെ ശബ്ദം കേട്ട് എല്ലാവരും കൂടെ കേട്ട് എല്ലാവരും ഇവരൊക്കെ ഉണർന്ന് വന്നത്. എല്ലാവരും കൂടെ. ഇതിങ്ങനെ അടിയാൻ സാധ്യതയുണ്ട്, അപ്പോൾ സുരക്ഷിതം ആവണമെന്ന് നേരത്തെ ഒരു നിർദ്ദേശമൊക്കെ തന്നിരുന്നു അല്ലേ? അല്ല, അത് നേരത്തെ നമ്മൾ വാർത്തയിൽ കണ്ടതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുമായിരുന്നല്ലോ. വാർത്തയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ ഇങ്ങനെ കപ്പൽ താന്നതും ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളുണ്ട്, അത് പോട വസ്തുക്കളായിരിക്കും, ചിലപ്പോൾ തുറക്കരുതെന്നൊക്കെ നേരത്തെ വാർത്തയിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ പ്രസിഡന്റിനെ അറിയിക്കുമായിരുന്നു.